എല്ലാരെയും പടച്ചല്ല പണക്കാരാക്കി, എന്നെ പടച്ചല്ല കളയാനാക്കി. ഇത് ഞാൻ പാടിയ പാട്ടല്ല കേട്ടാ. ഞാനിന്ന് ബാർബർ ഷോപ്പിൽ പോയ സമയത്ത് ബാർബർ ഷേവ് ചെയ്തിരുന്ന സമയത്ത് ഇങ്ങനെ ഷേവ് ചെയ്യുമ്പോൾ പാടിയ പാട്ടാണ് അത്. എല്ലാരെയും പടച്ചല്ല പണക്കാരാക്കി, എന്നെ പടച്ചല്ല കളയാനാക്കീന്ന്. बचपन खेल में खोया ജവാനി നീന്ത് ബർ സോയ ബുഡാപ്പ ദേക്ക് കർ റോയ. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? ബച്പൻ കേലുമേ കോയ, ചെറുപ്രായം കളിയിൽ തീർന്നു. ജവാനി നീന്ത് ബർ സോയ, കൗമാരപ്രായം ഉറങ്ങി തീർത്ത്. ബുഡാപ്പ ദേക്ക് കർ റോയ, വയസ്സാം കാലത്ത് അതെല്ലാം ഇങ്ങനെ ചിന്തിച്ചിട്ട് കിളവന്മാർ കരയാൻ തുടങ്ങി. ആ ഒരു കരച്ചിലാണ് എൻ്റെ കരച്ചിൽ കേട്ടാ. രസോ, ഒരു ടൈം പാസ്. എനിക്കൊരു ചെറിയ രസം പറയാനുണ്ട്. ഞാനൊരു ഗൾഫിലുള്ള സമയത്ത്, ഒമാനിലുള്ള സമയത്ത്, ഞാൻ അവിടെ നിന്ന് രാവിലെ വന്ന് ഷോപ്പ് തുറക്കും. സുബഹിക്ക് വന്ന് ഷോപ്പ് തുറക്കും. ഒരു 3-4 ക്യാന് ചായ ഉണ്ടാവും, ഒരുപാട് സമൂസക്കാരൻ സമൂസ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടാവും. ഒരു ഫുഡ് സ്റ്റോപ്പ് കടിയാണ്. അപ്പോൾ ഈ റിഫൈനറി ഉണ്ടാവും എൻ്റെ അടുത്ത്. അപ്പോൾ റിഫൈനറി പോകുന്ന ആൾക്കാർ മുഴുവനും എൻ്റെ ഷോപ്പിൽ വരും. രാവിലെ തന്നെ സുബഹിക്ക് ചായയെല്ലാം കിട്ടുമല്ലോ, ചായയും സമൂസയെല്ലാം കിട്ടും. അവർക്കൊരു ചെറിയ ടൈം സ്നാക്കായിട്ട് മേടിച്ച് പോകുന്നത്. ഒരു 6-7 മണിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു ബിസിനസ്സൊക്കെ നടക്കുന്ന ഒരു സമയം അത്. അപ്പോൾ രാവിലെ തന്നെ വന്ന് തുറക്കും ഞാൻ. അങ്ങനെ ഉച്ചവരെ നിൽക്കും, 1 മണി വരെ. 1 മണിയാകുമ്പോഴേക്ക് തളർന്നു പോകും, കാരണം 4 മണിക്ക് എണീച്ചതല്ലേ. പിന്നെ അവിടെ നിന്ന് എന്തായി എന്ന് പറഞ്ഞാൽ 1 മണിക്ക് പോയിട്ട് കിടക്കും. പിന്നെ അസ്രംസ്കാരം കഴിഞ്ഞിട്ട് ഒരു 5 മണിക്ക് അങ്ങനെ ഷോപ്പിൽ വരും. ഉച്ചയാകുമ്പോഴേക്ക് 1 മണിയാകുമ്പോഴേക്ക് തളർന്ന് വീണു പോകും. അങ്ങനെ അപ്പോൾ ഒരു ബംഗാളി ചെക്കനെ ഒരു ക്യാഷിലാക്കിയിട്ട്, പിന്നെ എൻ്റെ അടുത്തൊരു വേറൊരാളുണ്ടായിരുന്നു, ഒരു മലയാളി. അയാളും ക്യാഷിൽ നിൽക്കും. ഇവർ രണ്ടാളും കൂടെയാണ് ക്യാഷിൽ നിൽക്കുക ഞാൻ പോകുന്ന സമയത്ത്. അപ്പോൾ ഈ ഉച്ച സമയത്ത് 1 മണി 2 മണി അങ്ങനെ, ഒരു 3 മണി അങ്ങനെ ആകുമ്പോൾ ഒരു ഒമാനി വരും. ഒമാനി വന്നിട്ട് ഉള്ളിൽ പോകും. വലിയ ഷോപ്പാണ്. പോയിട്ട് ഒരു 5-6 കീസ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് പോകുക. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു 5-8 കീസ്, 5-10 കീസ്. അപ്പോൾ ഓരോരോ കീസിൽ കുറേശ്ശെ സാധനമായിട്ട് വരും. എന്നിട്ട് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കൊടുത്തിട്ട് പോകും. അപ്പോൾ ഈ ബംഗാളി ചെക്കന് ഇതിപ്പോൾ സംഭവം നടക്കാൻ തുടങ്ങിയിട്ട് 1 മാസത്തോളമായി ഇങ്ങനെ. അപ്പോൾ ഈ ബംഗാളി ചെക്കന് എന്നോട് പറഞ്ഞ്, ഇസ്മായിൽ ഖാൻ, നിങ്ങളൊരു ദിവസം അവിടെ ക്യാഷിൽ വന്ന് നിൽക്കണോ? ഒരു ഒമാനി ഇങ്ങനെ വരൂ, എന്നും സാധനം എടുത്തിട്ട് ഇത്ര പൈസ എന്ന് പറഞ്ഞ് തന്നിട്ട് പോക്കാണ്. ഞാൻ ഫുള്ള് ഡൗട്ടിലാണ്. അയാൾ 4-5 റിയാലിൻ്റെ സാധനം എടുത്തിട്ട് 2 റിയാൽ തന്നിട്ട് പോവുകയാണ് എന്നുള്ളൊരു ഫുൾ സംശയത്തിലാണ് ഞാനുള്ളത്. എന്നും എന്നെ ശല്യപ്പെടുത്തു. അപ്പോൾ ഉച്ചക്ക് 1 മണിയാകുമ്പോഴേക്ക് തളർന്നു പോയിട്ടുണ്ടാവുമേ. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങാണ്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല, നല്ല ആളായിരിക്കും അത് എന്നെല്ലാം പറഞ്ഞ് ഞാനങ്ങനെ സമാധാനിപ്പിച്ചിട്ട് ഈ ചെക്കൻ്റെ ശല്യം സഹിക്കാൻ കഴിയാണ്ട് ഒരു ദിവസം ഞാൻ എന്ത് ചോദിച്ചു, 2ഉം കൽപ്പിച്ച് ഉറങ്ങാൻ പോക്ക് അവിടെ നിർത്തി. ഞാൻ നിർത്തിയിട്ട് ഒരു ദിവസം വന്ന് ഞാൻ ക്യാഷിൽ നിൽക്കുക. ശരിക്കും പറഞ്ഞൊരു 4 മണിക്ക് അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാനങ്ങ് അവിടെ ക്യാഷിൽ നിന്ന് ഇയാളെ പിടിക്കാൻ, എപ്പം നിങ്ങളെപ്പറ്റി ചോദിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ക്യാഷിൽ വന്ന് അവിടെ നിന്ന് ഇയാളെ കള്ളത്തരം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ ഒരു മാസമായിട്ട് ഇവൻ്റെ ശല്യം സഹിക്കാൻ കഴിയാണ്ട് ഞാനും നിൽക്കുന്നുണ്ടല്ലോ. പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ 2ഉം കൽപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അയാൾ എത്തി. അയാൾ എന്നോട് പറഞ്ഞു, ഇസ്മായിൽ എന്തുണ്ട്, സുഖമാണോ? നിന്നെ കണ്ടിട്ട് ഒരുപാടായല്ലോ, ഞാനിങ്ങനെ എന്നും ഇവിടെ വന്ന് സാധനം മേടിച്ചിട്ട് പോക്കുന്നുണ്ട്, ഞാൻ എന്നും നിന്നെപ്പറ്റി ചോദിക്കലുണ്ട് എന്നല്ല എന്നോട് പറഞ്ഞു. എൻ്റെ കള്ളാന്നല്ല എൻ്റെ മനസ്സിൽ കേട്ടാ. എന്ത് കള്ളനായത് എന്നല്ല എൻ്റെ മനസ്സിൽ. അങ്ങനെ എന്നെ മൊഞ്ചാക്കുന്നില്ലുണ്ടല്ലോ. അങ്ങനെ അയാൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത്, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്. ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, അവരെ പൈസ തരാൻ വേണ്ടിയിട്ട് അയാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സാധനം അവിടെ വെച്ചിട്ട് പറഞ്ഞു, എന്നും ഞാനിങ്ങനെ സാധനം മേടിച്ചിട്ട് കാശും കൊടുത്തിട്ട് പോക്കാണ് കേട്ടാ എന്നല്ല എന്നോട് ഇങ്ങനെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, കള്ളനാണെന്ന് 1 മാസം ഈ ബംഗാളി എന്നോട് പറഞ്ഞ്. ഞാനും വിചാരിച്ച് ഈ കള്ളനാണെന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അയാൾ എന്നോട് പറയാണ്, ഇസ്മായിൽ, ഞാൻ എന്നും ഇവിടെ വരും. വന്നിട്ടെന്ന് അത് ഷഹബാൻ മാസമാണ്, റജബ് മാസം. ഇത് എന്നും ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ സാധനം കൊണ്ടുപോക്കുന്നുണ്ട്. അത് 1 കീസ് ഉമ്മാമ്മക്ക്, 1 കീസ് ഉപ്പാപ്പാക്ക്, 1 കീസ് എൻ്റെ ഭാര്യക്ക്, എൻ്റെ മക്കൾക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് 5-10 കീസ് സാധനമാണ്. ഇത് ഞാൻ കൊണ്ടുപോകുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ എല്ലാവരും നോമ്പുകാരാണ് റജബ് മാസത്തിൽ.
അപ്പോൾ എന്നോട് എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു പാഠമാണ് ഒരു ഹദീസ്. അതായത് എന്നോട് പറയാണ്, റസൂലുള്ളാൻ്റെ കാലത്ത് സഹാബാക്കളും റസൂലുള്ളാഹിയും റജബ്, ഷഹബാൻ, റംസാൻ ഈ 3 മാസം നോമ്പ് നോക്കലുണ്ടായിരുന്നു. ഇന്നത്തെ ഞങ്ങൾക്ക് ഈ എല്ലാവരുടെ വിചാരവും റംസാൻ മാസം മാത്രം നോമ്പാണെന്നും റംസാനിൽ മാത്രം നോമ്പാണെന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് എല്ലാവരും. പക്ഷേ റസൂലുള്ള അന്ന് റജബിലും സഹാബാക്കളും റജബിലും ഷഹബാനിലും റംസാനിലും നോമ്പെടുക്കലുണ്ടായിരുന്നു. അതേപോലെ അൽഹംദുലില്ലാ ഞങ്ങളെ വീട്ടിൽ ഉപ്പാപ്പാൻ്റെ കാലം മുതൽ ഈ ഉമ്മാമാൻ്റെ കാലം മുതൽ ഇവിടം വരെ ഞങ്ങളും റജബ്, ഷഹബാൻ, റംസാനിൽ നോമ്പ് നോക്കലുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഈ സാധനവും. അള്ളാഹുവിനാണ് ഞാൻ ആകെ ഞെട്ടി കേട്ട, ബേജാറായി ഞാൻ. കാരണം കള്ളനാന്നും പറഞ്ഞിട്ട് പിടിക്കാൻ നിന്നത് ആര്യാ റബ്ബേ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അതേപോലെ ഒരു സംഭവം വേറെ നടന്നിട്ടുണ്ടായി. അവിടെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ അടുത്തുള്ള ബക്കാലക്കാർ, അതായത് ഫുഡ് സ്റ്റെപ്പുകാർക്കെല്ലാം നല്ല കച്ചവടമായിരിക്കും. എന്തിൻ്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കച്ചവടം. കാർട്ടൂൺ കണക്കിന് അവർ വണ്ടിയിലിട്ടിട്ട് കൊണ്ടുപോകും. ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ട് ഖബർ കുഴിക്കുന്നവർക്കും അവിടെ നിൽക്കുന്നവർക്കെല്ലാം വെള്ളം ഇങ്ങനെ കൊടുക്കും അവർ. അത് സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സംഭവം അത്. അങ്ങനെ എന്തായി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഞാൻ പോയിട്ട് കട തുറന്ന് ഒരുപാട് വണ്ടികൾ, ഒരു ഖബർസ്ഥാൻ്റെ അടുത്താണ് എൻ്റെ കട നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആൾക്കാർ വന്നിട്ട് വെള്ളത്തിന് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ മരിച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളമുള്ള ഒരു 10-50 കാട്ടും വെള്ളമെല്ലാം എൻ്റെ അടുത്ത് അങ്ങ് തീർന്നു. എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സെറൂർ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് എൻ്റെ. അപ്പോൾ ഞാനും സെറൂർ ഞാനും കറുത്തിട്ടാ. അപ്പോൾ തമാശ എല്ലാം പറഞ്ഞിങ്ങനെ ചിരിച്ചിട്ട് കളിക്കുന്നതാണ്. ഭയങ്കര തമാശക്കാരനാണ്. അങ്ങനെ അവന് എന്നോടത്ത് വന്ന് സാധനം എടുത്ത് ഡ്യൂ പെപ്സിയെല്ലാം എടുത്ത് തണുത്തതാടാന്നെല്ലാം പറഞ്ഞു. അവൻ തന്നെ പോയിട്ടെല്ലാം എടുത്തിട്ട് ഇങ്ങ് വന്ന് ക്യാഷിൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ്, എടാ ഇസ്മായിലേ, എൻ്റെ അടുത്ത് പൈസയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു, എടാ നീ എനിക്ക് മുമ്പത്തേന് 2-3 റിയാൽ തരാനുണ്ട്, ഇപ്പോഴത്തേന് 2-3 റിയാൽ ആയില്ലടാ, നീ എന്നായി കളിക്കുന്നത്? ഞാനൊരു പാവപ്പെട്ട ഉപ്പാൻ്റെ മോനാടാ, നാടും ഇല്ല, വീടും ഇല്ല, ഭാര്യയും ഇല്ല, മക്കളും ഇല്ല, യത്തീമല്ലേടാ ഞാൻ എത്തിയുമാടാ, എനിക്ക് ഉപ്പയും ഇല്ലടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉപ്പ മരിച്ചിട്ട് കുറച്ച് 2-3 കൊല്ലം ആയ സമയത്തായിരുന്നു സംഭവം. അപ്പോൾ അവൻ എന്നോട് പറയാണ്, ഇസ്മായിലേ, നീ എത്തീം ഗതിയും, നീ പഴയ എത്തീമാണ്, ഞാൻ പുതിയ എത്തീമാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്. എനിക്കാകെ ഒരു അതിശയായി, എന്താ ഇപ്പം പറഞ്ഞ്. അന്നേരം എന്നോട് അവൻ്റെ കന്തൂറ കാണിച്ചു തന്നിട്ട് പറയാണ്, കണ്ട എൻ്റെ കന്തൂറയിൽ തികച്ചും മണ്ണ് കാണുന്നില്ല നീ, എൻ്റെ ഉപ്പാനെ മറാടിയിട്ട് ഞാൻ വന്നതാണ്. ചിരിച്ചിട്ടാണ് ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ചിരിച്ചുകൊണ്ട് എന്നോട് പറയാണ്. ഞാൻ എത്രത്തോളം ചിരിച്ച് തമാശയാക്കിയിട്ട് അവനോട് സംസാരിക്കുന്നു, അതേപോലെ ചിരിച്ച് തമാശയിലാണ് എന്നോട് പറയുന്നത്, ഞാൻ പുതിയ എത്തീമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താടാ? ഞാൻ എൻ്റെ ഉപ്പാനെ ഖബർസ്ഥാനിൽ വെച്ചിട്ടാണ് ഞാൻ വരുന്നത്. ചിരിച്ചിട്ടാണ് എന്നോട് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തോ ഒരു ദുനിയാവായത്. അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യമെന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്തോ, ഞാൻ പറഞ്ഞില്ലേ രാത്രി പകൽ പോലുള്ള ഡിഫറൻസാണെന്ന്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഓക്കെ, ഹയറ് ബോറടിച്ചിരിക്കും അല്ലേ, ക്ഷമിക്കണം കേട്ടാ. ഞാനൊരു ഡയലോഗ് പറഞ്ഞുതരാം. बचपन खेल में खोया, जवानी नींद बरसोया, बुढ़ापा देख कर रोया. ബച്പൻ കേലുമേ കോയ. ചെറുപ്പകാലം നിങ്ങൾക്ക് അറിയാമായിരിക്കും അർത്ഥം, പിന്നെ ഞാനൊന്ന് പറയാം. ചെറുപ്പം കളിയിൽ തീർന്നു. ജവാനി നീന്ത് ബർസോയ, കൗമാരപ്രായം ഉറങ്ങിത്തീർത്ത്. ബുഡാപ്പ ദേക്ക് കയറോയ, കിളവന്മാർ ചിന്തിച്ചിട്ട് കരയാൻ തുടങ്ങി. അതെല്ലാം കണ്ടിട്ട് ഇതെല്ലാം ഇങ്ങനെ ഈ ബച്പൻ കേലുമേ കോയയും ജവാനി നീന്ത് ബർ സ്വത്താവുബി എല്ലാം ഇങ്ങനെ കണ്ടിട്ട് കരയ. ഓക്കെ, ബൈ. സോറി ഏട്ടാ.